ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിലാണ്. ആമയുടെ ക്ഷേത്രം അഥവാ ആമയുടെ സപ്തമാതാ ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ആമയുടെ ക്ഷേത്രം അഥവാ ആമയുടെ സപ്തമാതാ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ സപ്തമാതൃക്കളെയാണ് പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചുള്ളത്. ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വരാഹി, കൗമാരി, ചാമുണ്ഡി എന്നീ 7 മാതാക്കളെയും ഗണപതി, വീരഭദ്രൻ എന്നിവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്രമതിൽക്കുള്ളിൽ പടിഞ്ഞാറ് നാഗരാജാവിനെയും കിഴക്ക് നാഗയക്ഷിയെയും വടക്ക് സാമൂതിരി രാജവംശത്തിൽപ്പെട്ട വെട്ടത്ത് നാട്ടിലെ പരദേവതയായ വിഷ്ണുവിനെയും ഉപദേവതമാരായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പരശുരാമൻ കേരളക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് ഇപ്പോഴത്തെ ആമേട എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. സൂര്യാസ്തമയ സമയത്ത് സന്ധ്യാവന്ദനത്തിനിറങ്ങിയ സമയത്ത് കായലിൽ ഒരു ദിവ്യ തേജസ് കണ്ടു. അദ്ദേഹം ആ ദിവ്യ തേജസ് എന്തെന്നറിയാൻ വേണ്ടി കായൽ മധ്യത്തിലേക്ക് ഇറങ്ങി നടന്നു. ആമകളുടെ പുറത്ത് യാത്ര ചെയ്യുന്ന സപ്തമാതൃക്കളെയാണ് ആ ദിവ്യ തേജസ്സിൻ്റെ ഉറവിടം എന്ന് അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. പരശുരാമനു വേണ്ടി ജലം വഴിമാറിയതോടെ ആമകൾക്ക് പിന്നീട് സഞ്ചരിക്കാതായി നിന്നുപോയി. അങ്ങനെ ആമ നിന്നയിടം പിന്നീട് കാലക്രമേണ ആമയുടെയായി അറിയപ്പെട്ടു. ഇവിടെ മന്ത്രോപദേശങ്ങൾ, പൂജാവിധികൾ ക്രമപ്പെടുത്തി തലമുറകളായി ആരാധന നടത്തിപ്പോരുന്നു. പരശുരാമനാൽ കൊളുത്തപ്പെട്ട ഒരു ദീപം ഇന്നും ക്ഷേത്ര കോവിലിൽ അണയാതെ നിൽക്കുന്നു എന്നാണ് വിശ്വാസം. അതിലെ എണ്ണയാണ് സർവ്വരോഗങ്ങൾക്കും പ്രതിവിധിയായി ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന വിളക്കിൽ എണ്ണ. ഇവിടുത്തെ ഉത്സവം മീനമാസത്തിലെ മകേര നക്ഷത്രത്തിൽ കൊടിയേറി പൂരം, വലിയ വിളക്കും ഉത്രം ആറാട്ടുമായി നടത്തുന്നു. പൊതുവെ ആയില്യ നക്ഷത്രം സർപ്പാരാധനയ്ക്ക് പ്രാധാന്യമുള്ളത്. എന്നാൽ കന്നി, തുലാം, വൃശ്ചികം, മീനം എന്നീ മാസങ്ങളിലെ ആയില്യത്തിന് സവിശേഷത കൂടുതലുമുണ്ട്. 10-ാം ഉദയവും നാഗപഞ്ചമിയും ഇവിടെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. കാർത്തിക നാളിലും വിശേഷ ദ്വാദശാക്ഷരി പൂജയും 12,000 പുഷ്പാഞ്ജലിയും പ്രധാന ശ്രീകോവിലിൽ നടത്തുന്നു. വൈഷ്ണവി പ്രാധാന്യമായ കർക്കിടക മാസത്തിൽ 12 ദിവസത്തെ ഭഗവത് സേവയും ചാമുണ്ഡി പ്രാധാന്യമായ മണ്ഡലകാലം മുഴുവൻ ഗുരുതിയും 41-ാം ദിവസത്തിൽ 12 പാത്രത്തിൽ വലിയ ഗുരുതിയും നടത്തുന്നു. നാഗദൈവങ്ങളിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത്.